യേശുവിനെ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ജനത്തോട് സ്തോത്രം ഇവിടെ പറയുന്ന വാക്കാണ്, പേടിക്കണ്ട. സ്തോത്രം, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കുണ്ട്. എന്തുണ്ട്? ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ആശങ്കയായി കാണും. അതെന്നെ വർത്തമാനാണ്. കാരണം സ്തോത്രം, ജീവിതത്തിൽ വലിയ പ്രയാസവും കഷ്ടവും നേരിട്ടിരിക്കുന്നതിനിടയിൽ മഹാപുരോഹിതനുണ്ടെന്ന് കേട്ടാൽ സ്തോത്രം, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും, എന്ത് പ്രയോജനം ഉണ്ടാകും? ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറയാം. ഞാനൊരു ലോക്കൽ സഭയുടെ പാസ്റ്ററാണെന്നും കൂടെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചല്ലോ. സ്തോത്രം, നമ്മളീ പലരും വേദിയിലിരിക്കുന്നവർ പലരും സ്തോത്രം സഭാ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ സഭയിലെ ഒരു വിശ്വാസി, അവരോട് സത്യവചനം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ സ്തോത്രം, അവർ ഒരുപക്ഷെ പലരിൽ നിന്ന് ഒറ്റപ്പെട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കെയറിങ് കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സങ്കടങ്ങളിൽ പോയി കാണുക, അവരെ കൂടെ നിർത്തുക. ഇതൊക്കെ നമ്മുടെ കടപ്പാടാണ്. സ്തോത്രം, ഞാനൊരു ലോകസഭയുടെ പാസ്റ്ററാണെന്ന് പറഞ്ഞല്ലോ. സ്തോത്രം, എൻ്റെ സഭയിലൊരു വിശ്വാസി സ്തോത്രം വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ സ്തോത്രം എന്നെ വിളിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രയാസം കൊണ്ട് സ്തോത്രം ആ വീട്ടിലെ ഗ്രഹനാഥനൊരു ബുദ്ധിമുട്ട് നേരിട്ടു. സ്തോത്രം, അടുത്ത ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു ആസ്പത്രിയിലാണ്. സ്തോത്രം, ചെന്നു പരിശോധനകൾക്ക് വിധേയപ്പെട്ടപ്പോൾ ജീവനിലേക്ക് മടങ്ങി വരാൻ നിവൃത്തിയില്ലാത്ത മാരകമായ രോഗത്തിന് അടിമയായിരുന്നു. പെട്ടെന്നൊരു ആക്രമണ മനോഭാവത്തോടെ രോഗം ആക്രമിച്ചാണ് ആൾ താഴെ പോയത്. സ്തോത്രം, വാരിക്കുട്ടി അവിടെ ചെന്നപ്പോഴാണ് പരിശോധനകൾ തെളിഞ്ഞത്. സ്തോത്രം, കാര്യങ്ങൾ കൈവിട്ടുപോയി, സ്റ്റേജുകൾ മാറിപ്പോയി എന്നറിഞ്ഞു. പെട്ടെന്ന് എന്നെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൻ്റെ കടപ്പാടാണ്. അറിയിച്ചു. ഞാൻ ഓടി അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആസ്പത്രിയുടെ പ്രധാന അധികം പേർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ അകത്ത് അഡ്മിറ്റ് ആക്കിയിട്ട് പുറത്ത് സ്തോത്രം ഭവനത്തിലെ അമ്മയും കുഞ്ഞുങ്ങളും വേണ്ടപ്പെട്ടവരും എല്ലാം കണ്ണുനീരിൽ ഉടുത്ത തുണി കൊണ്ട് അവിടെ ഓടിച്ചെന്ന് കരഞ്ഞ് കലങ്ങി കണ്ണ് കലങ്ങി നിൽക്കുക. ആ ഭിത്തിയച്ചാരിന്ന് കരയുക. എന്നെ കണ്ട മാത്രയിൽ സ്തോത്രം എൻ്റെ അടുക്കലേക്ക് വന്നു. വളരെ സ്തോത്ര വിലാപത്തോടെ കരഞ്ഞു. ഇതെല്ലാം കേട്ടു. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം, കേൾക്കണേ, കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞാൻ സ്തോത്ര ആ സഹോദരിയോട്, വിലപിച്ചു നിൽക്കുന്ന ആ സഹോദരിയോട് പറയുകയാണ്, ഡോക്ടർമാർ കൈവിട്ടെന്ന് പറഞ്ഞ് ഇവിടെ എങ്ങോട്ടേലും കൊണ്ടോക്കോളെന്നാണ് പറഞ്ഞത്, ഇവിടെ സ്തോത്രം ഇതിന് വിവാഹമില്ലെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയാനിരിക്കട്ടെ, പേടിക്കണ്ട സിസ്റ്ററെ, പേടിക്കണ്ട, നമുക്കൊരു മഹാപുരോഹിതനുണ്ടല്ലോ എന്ന് ആസ്പത്രിയുടെ ആ വലിയ സ്തോത്ര സീരിയസ് അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞാൽ ആ സഹോദരി എന്തോ വിശ്വസിക്കണം. നിങ്ങളിരിക്കും പോലെ ഒരുപക്ഷെ ഒരു വല്ലാത്ത വെറുപ്പ് തോന്നിയാൽ തിരിച്ച് പ്രതികരിക്കുകയുള്ളൂ. കാരണം സ്തോത്രം, ആയുസ്സിനോട് പോരാടി രോഗത്തിൽ ഭാരപ്പെട്ട് ആസ്പത്രിയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ മഹാപുരോഹിതനെയാണോ ഇപ്പോൾ വേണ്ടത്? സ്തോത്രം, ആ വാക്കുകൊണ്ട് ഇത്രയും പ്രയാസത്തോടെ കഴിച്ചു കൂട്ടുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും? സ്തോത്രം എന്ന ചോദ്യം ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഈ ജനത്തോട് നിങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ അവർക്ക് ആശ്വസിക്കാൻ പറ്റും? സ്തോത്രം, അവിടെയാണ് ഇന്ന് രാത്രികാലം ഈ രാത്രി ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരിക്കുക. സ്തോത്രം, മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് നമുക്കിവിടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഒരു നിലവാരത്തിൽ അറിയുകയല്ല. മഹാപുരോഹിതൻ ഒരു മലയാളിയുടെ ആളല്ല, യഹൂദൻ്റെ ആളാണ്. കാരണം യഹൂദ പശ്ചാത്തലത്തിലാണ് മഹാപുരോഹിതനും പുരോഹിതനൊക്കെ മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിനകത്താണ് സ്തോത്രം അഹരോൻ മുതൽ ഇങ്ങോട്ടുള്ള പൗരോഹിത്യമെല്ലാം കിടക്കുന്നത്. ആ പൗരോഹിത്യത്തിൻ്റെ ആധികാരികത എത്ര വലുതാണ്, ഒരു പാളയത്തിലെ മഹാപുരോഹിതൻ്റെ പദവി എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്നതൊക്കെ യഹൂദ പശ്ചാത്തലത്തിൽ ചിന്തിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. നമുക്കത് പെട്ടെന്ന് പിടികിട്ടിയല്ല. പക്ഷേ യഹൂദനായിരിക്കുന്ന യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് സ്തോത്രം രഹസ്യ സ്ഥലങ്ങളിൽ മരച്ചോട്ടിലും രഹസ്യ സങ്കേതങ്ങളിലും ആചാര്യന്മാരില്ലാതെ പ്രാർത്ഥിച്ചും പാടിയും പോരുന്ന അവരോട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 8 കൂട്ടം വസ്ത്രം ധരിച്ച ഒരധികാരിയായി നിങ്ങളുടെ ഇടയിൽ ആരുമില്ലെങ്കിലും ആകാശത്തിലൂടെ കടന്നുപോയ ശ്രീ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിച്ചവൻ മാത്രമല്ല, പിന്നെയോ അവൻ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അവർക്ക് പിടികിട്ടിയത് ഇന്ന് രാത്രികാലം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം? ദൈവസഭയ്ക്കൊരു മഹാപുരോഹിതനുണ്ട്.
അത് യേശുക്രിസ്തുവാണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ മഹാപുരോഹിതൻ എന്ന പദവി കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ സ്തോത്രം, മഹാപുരോഹിതന്റെ അധികാരങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്നതൊരു വലിയ പഠനമാണ്. സ്തോത്രം, ഒന്നോ രണ്ടോ കാര്യത്തിനകത്തല്ല മഹാപുരോഹിതന്റെ അധികാരം ഇരിക്കുന്നത്. ഞാൻ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഒന്ന്, സ്തോത്രം, യഹൂദനായി ജനിക്കുന്ന അഥവാ ന്യായപ്രമാണത്തിന്റെ കീഴേ ജനിച്ചു വളരുന്ന ഒരാളാണ് അവന്റെ ജീവിതത്തിന്റെ ഏതൊരു വിഷയത്തിന്റെ മേലും ഒരന്തിമ വിധി പറയേണ്ടത് മഹാപുരോഹിതനാണ്. സ്തോത്രം, എന്നോട് പറയാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്തോത്രം, ഏത് കോടതികൾ, അന്നത്തെ കാലത്ത് റോമൻ കോടതിയോ അല്ലെങ്കിൽ മറ്റേത് കോടതിയോ അവന് വിരോധമായി, ന്യായപ്രമാണത്തിന്റെ കീഴെ നിൽക്കുന്ന ഒരാൾക്ക് വിരോധമായി വിധി പറഞ്ഞ് ഒപ്പുവെച്ചാലും ആ വിധി സാങ്ഷൻ ആക്കണമെങ്കിൽ അഥവാ വിധി നടപടിയിൽ വരുത്തണമെങ്കിൽ ആള് ന്യായപ്രമാണത്തിന്റെ കീഴെയുള്ള ആളാണെങ്കിൽ അവന്റെ മഹാപുരോഹിതൻ അനുവദിക്കാതെ അവന്റെ വിധി വരാതെ നടപ്പാക്കാൻ പറ്റിയേല. സ്തോത്ര, ഹല്ലേലൂയ. അതിന്റെ കൃത്യമായ തെളിവ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. എവിടെ നിന്ന്? യേശുക്രിസ്തുവിന്റെ വിസ്താരവും കർത്താവായ യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലെ സ്തോത്ര ഭാഗങ്ങൾ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു വാക്യം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരുപക്ഷെ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വാക്ക് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലാണ് യേശുക്രിസ്തുവിന്റെ വിസ്താരമോ കർത്താവിന്റെ വിചാരണയോ ആ പീലാത്തോസിന്റെ പ്രിറ്റോറിയമോ മഹാപുരോഹിതന്മാരുടെ അരമനയോ ഹെരോദാവിന്റെ കൊട്ടാരമോ ഇതൊന്നും നമ്മൾ ആരും ദൃക്സാക്ഷികളല്ല. അവിടെ ഒന്നും നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പില്ല ആ കോടതികളിൽ വിസ്താരം നടക്കുമ്പോൾ. എന്നാൽ ആ കേസുകൾക്ക് വിസ്താരത്തിനും വിചാരണക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്നൊരുവൻ, സ്തോത്രം, ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യവാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു ആത്മീക വിഷയത്തിലൂടെ ഈ കാര്യത്തിന്റെ കുറച്ചുകൂടെ പൊരുൾ തിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3:13 അപ്പോസ്തല പ്രവൃത്തി വായിച്ചാട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അടുത്ത വാചകങ്ങൾ കേട്ടോളണം. മഹത്വപ്പെടുത്തി. അടുത്ത വാചകം കേട്ടോളുക. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും, ആ വാക്ക് കേട്ടോളണം, അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് മതി. സ്തോത്രം. അവിടെ ഒരു വാക്ക് കണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നു അവനെ വിട്ടയക്കാൻ പറഞ്ഞ എന്നല്ല, വിട്ടയക്കാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച്. ദൃക്സാക്ഷിയായിരിക്കുന്ന സ്തോത്രം പത്രോസ് ഈ കാര്യം ഇവിടെ പരാമർശിക്കുന്നു. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനല്ല വിധിച്ചത്, പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാനാണ് വിധിച്ചതെന്ന് ഞാൻ എൻ്റെ ഊഹത്തിൽ നിന്നോ സ്തോത്രം അതല്ലെങ്കിൽ ബൈബിൾ നിഘണ്ടുവിൽ നിന്നല്ല, വിശുദ്ധ ബൈബിളിലെ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 3:13 അന്നത്തെ കോടതി സമുച്ചയത്തിനകത്ത് ദൃക്സാക്ഷിയായിരുന്ന മനുഷ്യൻ പിന്നീടൊരു സന്ദർഭത്തിൽ യഹൂദന്മാരോട് പറയേണ്ടി വന്നപ്പോൾ അവരോട് പറയുന്ന വാചകമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം, അന്നത്തെ ഗവർണറായിരുന്ന, അന്നത്തെ ജഡ്ജിയായിരുന്ന പീലാത്തോസ് സ്തോത്രം യേശുക്രിസ്തുവിനെ വധിക്കാൻ വിധിക്കുകയല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വിധിപ്പകർപ്പിനകത്ത് എഴുതിയത് യേശുക്രിസ്തുവിനെ വിട്ടയക്കാനാണ്. സ്തോത്രം, വിട്ടയക്കാൻ വിധിച്ചു. വിട്ടയക്കാൻ കോടതി വിധിച്ച ആളെ പിന്നെ ആരാണ് വധിക്കാൻ വിധിച്ചത്? സ്തോത്രം. അങ്ങനെ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? ചില കടിച്ചാ പൊട്ടാത്ത ഭാഗമായിട്ട് തോന്നിയേക്കാം. എങ്കിലും ഇന്ന് രാത്രി എൻ്റെ മഹാപുരോഹിതനെ നിങ്ങളുടെ മധ്യത്തിൽ ഉയർത്തണമെങ്കിൽ ഈ ഭാഗങ്ങൾ തെളിയേണ്ടത് ആവശ്യമായതുകൊണ്ട് സ്തോത്രം, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവസഭയുടെ മഹാപുരോഹിതന്റെ അധികാരം ഇന്ന് രാത്രികാലം റാന്നിക്കാർക്ക് മനസ്സിലാകാൻ പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഈ കാര്യമൊന്ന് തെളിയിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം അഥവാ സഭയുടെ മഹാപുരോഹിതൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുള്ളവൻ ചില വിധികൾ മാറ്റി എഴുതുമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ പ്രകാശനം. അതങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തേരെ. ഹല്ലേലൂയ. അതല്ല, നിങ്ങൾ ഈ കർത്തൃദാസന്മാരോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങൾക്കകത്ത് അവസാനത്തെ ഭാഗങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ, കൂലങ്കുക്ഷമായി പരിശോധിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. എന്താണെന്നറിയോ? സ്തോത്രം, പീലാത്തോസിന് സത്യത്തിൽ യേശുവിനെ ക്രൂശിക്കണമെന്നോ വധിക്കണമെന്നോ ആഗ്രഹമില്ലായിരുന്നു.
സ്വത്രം ഒരു സൺഡേ സ്കൂൾ സ്റ്റോറി പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ അദ്ദേഹത്തെ ആ ഒരു നിലവാരത്തിൽ മനസ്സിൽ കണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഈ സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ചാൽ അറിയാം, യേശുക്രിസ്തുവിനെ വിസ്തരിക്കുകയാണ്. സ്വത്രം യഹൂദന്മാരുടെ ആ ഗാലറിക്കകത്ത് മുഴുവൻ കള്ളസാക്ഷികളും, സ്വത്രം ഓരോ ഇഞ്ചിഞ്ചിനും മറുപടി പറയാൻ കരുത്തുള്ള ആളുകളെ ഇവിടെ ഗാലറിയിൽ പുരോഹിത വൃന്ദം ഇരുത്തിയിട്ടുണ്ട്, പരീശന്മാർ ഇരുത്തിയിട്ടുണ്ട്. യേശു ഒറ്റപ്പെട്ട് നിൽക്കുക, അവിടെ ആരുമില്ല, കർത്താവിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ആ പ്രതിക്കൂട്ടിൽ, നിങ്ങൾ ആ കോടതിയെ ഒന്ന് മനസ്സിൽ കണ്ടേ, ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പിലാത്തോസിന്റെ ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന യേശുക്രിസ്തു ആരുമില്ലാത്തവനായി ഒറ്റപ്പെട്ട് നിൽക്കുക. ആ സമയത്ത് ജഡ്ജി ആയിരിക്കുന്ന പീലാത്തോസ്, നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? പീലാത്തോസ് യേശുവിന്റെ അടുക്കൽ, അഥവാ പ്രതിയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഒരിക്കൽ പോലും റോമൻ കോടതികളിൽ സംഭവിച്ചിട്ടില്ലാത്തത്, സ്വത്രം ഇറങ്ങി വന്നിട്ട് പ്രതിയായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വളരെ ശബ്ദം കുറച്ച് ഇപ്രകാരം പറഞ്ഞു, നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. സ്വത്രം, നീ ഒരു വാക്ക് പറഞ്ഞാൽ സ്വത്രം ഞാൻ ബാക്കി തികച്ചിട്ട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ, ജഡ്ജി ഇറങ്ങി ചെന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഊരി വിടാം, നീ വാ തുറന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് വക്കീലല്ല ജഡ്ജി പറഞ്ഞിട്ട്, കേൾക്കുന്നുണ്ടോ? ജഡ്ജി പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായിരിക്കുകയാ. സ്വത്ര രക്ഷപ്പെടാനുള്ള സകല പഴുതുകളും കോടതിയുടെ അധികാരി സ്വത്ര കരുക്കൾ നീക്കി കൊടുത്തിട്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ കോടതിയുടെ നിയമനപ്രകാരം നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെടാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനെ ഇന്ന് രാത്രി മനസ്സു തുറന്ന് നന്ദി പറയാൻ റാന്നിയുടെ മണ്ണിൽ എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ ഉത്സാഹമുണ്ട്. അവനാണ് നമ്മുടെ ആരാധ്യൻ. നിങ്ങളുടെ മനസ്സിന്റെ വീര്യം കുറയരുത്. ഇവിടെ ആരൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചു, യേശുവിന് ക്രൂശിലേക്ക് പോകാൻ പേടിയായിരുന്നു, യേശുവിനെ അല്ല ക്രൂശിച്ചത്, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന വേളയിൽ കർത്താവ് തലേ തുണിയിട്ട് രക്ഷപ്പെട്ടു, പകരം ബറാബാസിനെയാണ് ക്രൂശിച്ചത് എന്നൊക്കെയുള്ള കള്ള പ്രചരണങ്ങൾ നടത്തിയ മണ്ണാണിത്. അവിടെ നിന്നുകൊണ്ട് പറയാ, അങ്ങനെയുള്ള ദോഷൈക ദൃക്കുകളോട് എന്റെ യേശുവിനോട് ജഡ്ജി ഓടിപ്പോണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോകാത്തവനാണ് ഞങ്ങളുടെ രക്ഷകനായ യേശു. അവനെയാണ് റാന്നിയിൽ ഞങ്ങൾ രക്ഷകനായി ഉയർത്തുന്നത്. ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ എൻ്റെ മനസ്സിനകത്ത് ആരാധനയുടെ ഒരാവേശം എന്ന് പറയുന്നത്, യേശുക്രിസ്തു നന്മ തന്നു, അനുഗ്രഹം തന്നു, കുപ്പയിൽ കിടന്ന് എന്നെ പോലത്തെ ആളുകളെ കൊണ്ടുവന്ന് കുപ്പായ ഒടിയിച്ച് ഇങ്ങനെയൊക്കെ നിർത്തി എന്ന് പറയുമ്പോൾ ഒരാവേശത്തോടെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യായിരുന്നു. എന്നാൽ ഒരു 3-4 കൊല്ലമായി ഞാൻ കർത്താവിനെ ഏറ്റവും അധികം ആരാധിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ തൻ്റെ ഇടം, എന്റെ കർത്താവിന്റെ പേഴ്സണാലിറ്റി. ഇതുപോലൊരു രക്ഷകൻ വേറെയില്ല. മാനവരാശിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ രക്ഷപ്പെടാൻ വന്നവനല്ല, രക്ഷപ്പെടുത്താൻ വന്നവനാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ രാത്രികാലം 2025 നൂറ്റാണ്ടുകളായി സുവിശേഷം പറഞ്ഞ് പതിഞ്ഞ ഈ മണ്ണിൽ ഇന്ന് രാത്രികാലം രക്ഷകനില്ലെന്നോർത്ത്, തന്നെത്താൻ നശിക്കാൻ വിധിക്കപ്പെട്ടു എന്നോർത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായി പറയുന്നു, ഒറിജിനൽ രക്ഷകൻ യേശുക്രിസ്തുവാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. യേശുവേന്നൊന്ന് വിളിച്ചാൽ മതി, ബാക്കി യേശു ചെയ്തോളും. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട്, രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് യേശുക്രിസ്തു ഹല്ലേലൂയ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവനല്ല. സ്തോത്രം. പീലാത്തോസിനെ പറഞ്ഞ് തിരിച്ചയച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിനെ, സ്തോത്രം, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പീലാത്തോസിൻ വേദപുസ്തകത്തിൽ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കമന്ററി അല്ല പറയുന്നത്, വിശുദ്ധ ബൈബിളിലെ രേഖകളാണ് പറയുന്നത്. കേൾക്കണേ. പീലാത്തോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കാൻ കൽപ്പിക്കുന്നു. അടുപ്പിച്ച് കൊല്ലാൻ കൽപ്പിക്കുന്നു എന്നല്ല, വിട്ടയക്കാൻ. സ്തോത്രം. ആ സമയത്താണ് നിങ്ങൾ സുവിശേഷങ്ങൾ 4 ചേർത്ത് വെച്ച് സൂക്ഷ്മമായി ഒരു വക്കീൽ കേസ് പഠിക്കുന്നത് പോലെ ആ ഭാഗം പഠിച്ചാൽ, ബാലരമ വായിക്കുന്ന പോലെ വായിച്ച പിടി കിട്ടിയല്ല. സ്തോത്രം. ഒരു ഉത്തരവാദിത്വ ബോധമുള്ള വക്കീൽ കേസ് പഠിക്കുന്നത് പോലെ 4 സുവിശേഷങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ അതിന്റെ സമ്മറി നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. എങ്ങനെ ക്രോഡീകരിക്കാം? പീലാത്തോസ്
ഹല്ലേലൂയ യേശുവിനെ വിട്ടയക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടാറേ അതുവരെ മൗനമായി ഹല്ലേലൂയ പിണയാളുകളെയും കയ്യാളുകളെയും കൊണ്ട് ആരവാരവും ഉണ്ടാക്കി കള്ളസാക്ഷികളെ കൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് പ്രിറ്റോറിയത്തിനകത്ത് ഒരുമാതിരി മസിൽ പവർ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന യഹൂദാ സദസ്സിന്റെ മേലാളായിരിക്കുന്ന മഹാപുരോഹിതൻ, അതുവരെ മൗനമായിരുന്നവൻ, പെട്ടെന്ന് പീലാത്തോസ് ഈ വാക്കുകൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ എഴുന്നേറ്റിട്ട് പീലാത്തോസിനെ വിരൽ ചൂണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, പ്രഭോ, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന റോമൻ സർക്കാരിന്റെ പീനൽ കോഡിനകത്ത് ഈ നിൽക്കുന്ന യേശു എന്ന മനുഷ്യൻ വധിക്കപ്പെടത്തക്ക രീതിയിൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, മോശയ്ക്ക് കല്ലിൽ കൊത്തി കൊടുത്ത പ്രമാണം. ആ പ്രമാണപ്രകാരം ഇവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക. ഈ ശബ്ദം പ്രിറ്റോറിയത്തിനകത്ത് അലയടിക്കുമ്പോൾ ആ നിമിഷത്തിലാണ് ആ രംഗത്തെ നിങ്ങൾക്കൊരു നെയ്ത്തുകാരി തുന്നിച്ചേർത്തെടുക്കുന്നത് പോലെ തുന്നിച്ചേർത്തെടുക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ നിയമത്തിന്റെ തലമുടി നാരുടെ കീറി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള പീലാത്തോസ് എന്ന കൂർമ്മ ബുദ്ധിയുള്ള ന്യായാധിപൻ, അവന് മനസ്സിലായി ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞയാൾ ആരവാരം ഉണ്ടാക്കാൻ വന്നവനല്ല, അവനാണ് മഹാപുരോഹിതൻ. ഈ തലമുറയിലെ മഹാപുരോഹിതൻ. ഈവൻ ന്യായപ്രമാണത്തിന്റെ കീഴെ വന്നിരിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം അവൻ പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് പീലാത്തോസ് ഒരു വിധി പറയാതെ ആ സമയത്ത്, കേൾക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് വെള്ളമെടുത്ത് കൈ കഴുകി യേശുവിന്റെ നേരെ ദയനീയമായി നോട്ടം നോക്കിയിട്ട് നിരുത്തരവാദിത്വമുള്ള ജഡ്ജിയെ പോലെ ഒരല്പസമയത്തേക്ക്, കേൾക്കുന്നോ, ഒരല്പസമയത്തേക്ക് ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആ വേളയിൽ മഹാപുരോഹിതൻ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ കാട്ടുചെന്നായ്ക്കൾ കൂട്ടമായി ഒരാടിനെ പിടിച്ചതുപോലെ യഹൂദന്മാരും പട്ടാളക്കാരും ചേർന്ന് യേശുവിനെ പിടിക്കുന്നു, കാൽവരിയിലേക്ക് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഞാൻ ആ വിസ്താരമോടെ നിർത്തട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാം, എന്തിനാണ് ഇന്ന് രാത്രിക്കാലം ഞാൻ ഈ ഭാഗം ഇവിടെ കൊണ്ടുവന്നത്? മഹാപുരോഹിതൻ ആരാന്നറിയണം. ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ റോമൻ സർക്കാരിന്റെ ഹല്ലേലൂയ ആ കാലഘട്ടത്തെ കിടുകിടാ വിറപ്പിച്ച് നിർത്തിയ റോമൻ സർക്കാർ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ മിക്കവാറും പ്രതിസന്ധികൾ നേരിടുന്നത് കൊണ്ട് സാധാരണക്കാരനായിരിക്കുന്ന ഗവർണറെ അവിടെ അധികാരിയാക്കാറില്ല. പീലാത്തോസിനെ പോലത്തെ ശക്തനായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് മഹാപുരോഹിതൻ പറഞ്ഞപ്പോൾ പീലാത്തോസ് എഴുതിയ വിധി, ഞാൻ പറയുന്ന വാക്ക് കേൾക്കണേ, വിട്ടയക്കാൻ വിധിക്കുന്നു എന്ന് പറഞ്ഞ വിധി മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് തട്ടിക്കളഞ്ഞിട്ട് ക്രൂശിക്ക എന്ന് വിധിച്ചു. ആ വിധിയാണ് അവിടെ നടപ്പിലായത്. ആ രംഗം നിങ്ങൾ മനഃപൂർവ്വം ഫ്രീസ് ചെയ്ത് വെക്കേ, എന്നിട്ട് ഇനി യേശുവിലേക്ക് വാ. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ആ പറഞ്ഞതിന്റെ അർത്ഥം, സഭയ്ക്കൊരു മഹാപുരോഹിതനുണ്ട്. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ. സഭയ്ക്കൊരു മഹാപുരോഹിതനുണ്ട്. കേൾക്കണേ, സഭയ്ക്കൊരു മഹാപുരോഹിതനുണ്ട്. സഭയുടെ മഹാപുരോഹിതനാണ് തീരുമാനിക്കുന്നത്. ആ സഭയ്ക്കകത്ത്, അവന്റെ സഭയ്ക്കകത്ത് വേദപുസ്തകത്തിന്റെ പ്രമാണപ്രകാരം കീഴ്വഴക്കങ്ങൾക്ക് വിധേയപ്പെട്ട്, നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന ഒരുവന്റെ ജീവിതത്തിലെ അന്തിമ വിധി പറയേണ്ടത് അവന്റെ മഹാപുരോഹിതനാണ്. നിങ്ങൾക്ക് അത്രയും വിശ്വാസം വന്നില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഹല്ലേലൂയ, സഭയുടെ മഹാപുരോഹിതൻ അധികാരിയാണ്. അധികാരിയാണ്. ആ മഹാപുരോഹിതന്റെ അധികാരം കേട്ടിരിക്കൂ. ആ മഹാപുരോഹിതന്റെ അധികാരം ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആരെന്തൊക്കെ വിധി പറഞ്ഞു വെച്ചാലും, ഏതൊക്കെ വിധി എഴുതിയാലും അന്തിമ വിധി പറയേണ്ടത് മഹാപുരോഹിതനാണെന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി വിശ്വസിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റിയാൽ ആ വിധി ഇന്ന് രാത്രി തിരുത്തി എഴുതാൻ കരുത്തനായവൻ എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നു, അവരെ ഇന്ന് രാത്രി യേശു എന്ന അധികാരിയായ മഹാപുരോഹിതൻ, അവന്റെ വിധിക്കപ്പുറം ഒരു വിധിയില്ല ബ്രദറെ.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാല റാന്നിയിലെ അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കറിയാം, മെഡിക്കൽ കോളേജ് വിധിച്ചു 48 മണിക്കൂറേ നിൽക്കത്തുള്ളൂ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് വിധിച്ച കേസ് ആരാണ് വിധി മാറ്റി ഇന്ന് രാത്രിയിലും ഇവിടെ അന്യഭാഷ പറഞ്ഞിരിക്കത്തക്ക ഇരുത്തിയത്? വേറെ ആരുമല്ല, കാലഘട്ടത്തിന്റെ മാറ്റമല്ല, സ്വോത്ര ഹല്ലേലൂയ, പ്രകൃതിയുടെ താളക്രമം കൊണ്ട് സംഭവിച്ചതല്ല, മരുന്ന് മാറി കഴിച്ചതല്ല. സഭയ്ക്കൊരു മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതനാണ് നിശ്ചയിക്കുന്നത്. നീ പെട്ടി കയറി കുഴിമാടത്തിലേക്ക് പോണോ അതെയോ 2 കാലേ നിവർന്ന് യോഗത്തിന് പോണോ എന്ന് വിധിക്കേണ്ടത് മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും, വേദനകൾ എത്ര വലുതാണെങ്കിലും, ജീവിതത്തിൽ എത്ര ഭാരമുണ്ടെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, മഹാപുരോഹിതന്റെ വിധി വന്നിട്ടില്ല. അവൻ വിധിച്ചെങ്കിലേ നീ അന്തിമ വിധിയായിട്ട് എടുക്കാവൂ. ബാക്കി വന്ന സകല വിധികളെയും ഇന്ന് രാത്രികാല യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു അവസാന വിധിയായി കണക്കാക്കരുത്. ഈ യോഗത്തിൽ അവന്റെ വിധിയാണ് നമുക്ക് വലുത്. ഞാൻ വിശ്വസിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രികാലം ഡോക്ടർ എഴുതിയ വിധികൾ മാറ്റപ്പെടും. ഇതറിയാവുന്ന ഒരു ഭക്തനാണ് പണ്ട് സങ്കീർത്തനത്തിൽ എഴുതിയത്, എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് വരട്ടെ. സ്വോത്രം വായിച്ചിട്ടുണ്ടോ? എനിക്കുള്ള വിധി അത് സ്വോത്ര ഹല്ലേലൂയ ഡൽഹിയിൽ കോടതിയിൽ കെട്ടിക്കിടക്കുന്നല്ല, എറണാകുളത്തെ കോടതിയിൽ കാത്തിരിക്കുന്നു എന്നല്ല. എനിക്കുള്ള വിധി ഈ മണ്ണിലല്ല, ഇവിടത്തെ ആരുടെയും കയ്യിലല്ല. എനിക്കുള്ള വിധി സ്വോത്ര എത്ര പേര് കേൾക്കുന്നു? അതിവിടെയല്ല, ആകാശമണ്ഡലങ്ങൾക്കപ്പുറം ഒരുവനുണ്ട്. അവൻ എന്റെ മഹാപുരോഹിതനാണ്. അവനാണ് നിശ്ചയിക്കുന്നത് ഞാൻ ഇനി മരുന്ന് കഴിക്കണോ വേണ്ടയോ. സ്വോത്ര ഹല്ലേലൂയ. ഏതൊക്കെ തന്ത്രശാലികൾ നിന്റെ തലമുറയെ കണ്ണീരിൽ ആഴ്ത്തി കെട്ടുകെട്ടിച്ച് തിരിച്ചുവിടുമെന്ന് പറഞ്ഞാലും അത് നടപ്പിലാകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഇവിടത്തെ ആരുമല്ല, സഭയുടെ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ദൈവസഭയുടെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാവരും ഇന്ന് രാത്രി ആത്മനിറവോടെ പറയണം, ആര് പറഞ്ഞാലും അത് അന്തിമ വാക്കാകില്ല. കഴിഞ്ഞ ദീർഘനാളുകളായി എത്രയോ ദൈവദാസന്മാരെ കെട്ടുകെട്ടിക്കുമെന്ന്, കാല് വെട്ടുമെന്ന്, ഇല്ലാതാക്കുമെന്ന്, നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടു പലരും പറഞ്ഞവരൊക്കെ അധികായന്മാരാണ്, കരുത്തുള്ളവരാണ്. പക്ഷെ ആര് പറഞ്ഞാലും സഭയുടെ മഹാപുരോഹിതനാണ് അന്തിമ വിധി പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ഓൺലൈനിൽ കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സ്വോത്രം, യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മഹാപുരോഹിതനല്ല, ക്രിസ്തു മതത്തിന്റെ മഹാപുരോഹിതനല്ല, ദൈവസഭയുടെ മാത്രം മഹാപുരോഹിതനാണ്. സ്വോത്രം, യേശു ഒരു പൊതുസ്വത്താണ്, ലോകത്തിന്റെ രക്ഷകനാണ്. സ്വോത്രം, മനുഷ്യർക്കും ദൈവത്തിന്റെ ഇടയിൽ മധ്യസ്ഥനാണ്. പക്ഷെ മഹാപുരോഹിതനാകണമെങ്കിൽ നീ സഭയ്ക്കകത്ത് അംഗമാകണം. ദൈവസഭയ്ക്കകത്ത് അംഗമായാൽ അന്ന് മുതൽ നിന്റെ ഭാഗ്യം. ആരെന്തൊക്കെ തലേ കൈവച്ച് കുത്തിപ്പിടിച്ച് പ്രാഗിയാലും, ആരൊക്കെ ശപിച്ചാലും, നിന്റെ സ്വോത്രം നേരെ മണ്ണ് വാരി എറിഞ്ഞ് ശിമയെ ശപിച്ചതുപോലെ ശപിച്ചാലും അത് നിനക്ക് ഫലിക്കണോ വേണ്ടയോ എന്ന് ഇനി നിശ്ചയിക്കുന്നത് നിനക്ക് വേണ്ടി ചോര മുടക്കിയ, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നിന്റെ മഹാപുരോഹിതനായിരിക്കും. ചില ഭീതിയും ഭയങ്ങളും എല്ലാം ഇന്ന് രാത്രി ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറട്ടെ. അന്ധകാര ശക്തികൾ, ആഭിചാരം അടക്കമുള്ള സകല ക്രിയകൾ കൊണ്ട് നിനക്കൊരു അവസാനം വരുത്താൻ വേണ്ടി വിധിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ ശക്തിയോടെ പറ, ഞാനിനി ഭയപ്പെടില്ല. എന്റെ തലമുടിയിൽ ഓരണം താഴെ വീഴണമെങ്കിൽ, എത്ര പേര് കേൾക്കുന്നു? തലമുടിയിൽ ഓരണം താഴെ വീഴണമെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ ഓരണം അവരെ ദൈവം നട്ടിരിക്കുന്നെന്ന് പറയണമെങ്കിൽ എന്റെ മഹാപുരോഹിതൻ പറയാതെ, അവൻ വിധിക്കാതെ സംഭവിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം യേശുവിനെ ഉയർത്ത്. ഈ റാന്നിയിൽ യേശുവിനെ ഉയർത്ത്. അവനാണ് മഹാപുരോഹിതൻ. അതുകൊണ്ട് ഇന്ന് രാത്രി കരഞ്ഞിരുന്ന സഭയോട്, തളർന്നിരുന്ന സഭയോട്, ഒതുങ്ങിപ്പോയ സഭയോട് സ്വോത്ര ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എഴുതി, 1-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് വിരോധമായി നിന്നാലും നമുക്കൊരു മഹാപുരോഹിതനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ?
ബാക്കിയുള്ള വിധിയെല്ലാം കണക്കിൽപ്പെടുത്തണ്ട. മുകളിൽ നിന്നുള്ള വിധി വന്നെങ്കിൽ മാത്രം നീ ഞെട്ടിയാ മതി. അല്ലാത്തിടത്തോളം കാലം അതിനൊന്നും പൂർണ്ണത കൊടുക്കണ്ട. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവൻ പറയും, നീ ഇവിടെ നിന്ന് കെട്ടെടുത്ത് പോണോ അതെയോ ഇവിടെ തന്നെ നിൽക്കണോ? സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രനായ സഭയുടെ മഹാപുരോഹിതനല്ല എൻ്റെ മഹാപുരോഹിതൻ നിശ്ചയിച്ച പിന്നെ അതിനപ്പുറത്തേക്ക് ആർക്കും കഴിയേല. 4 കാര്യങ്ങൾ പറയാനാണ് മനസ്സ് വെച്ചത്. 4 രാത്രികളിലൊക്കെ പറയേണ്ടതാണ്. പക്ഷേ അത്രയൊന്നും വിശദീകരിക്കാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. ഓരെണ്ണോടെ പറയാനേ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. 2 വാക്യങ്ങൾ ഞാൻ മനഃപൂർവ്വമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വമായിട്ട് വായിക്കാതെ വിടുക. ഞാൻ ആ റെഫറൻസ് ഒന്ന് പറഞ്ഞേക്കാം. കർത്തൃദാസന്മാർക്ക് വേണ്ടി എബ്രായ ലേഖനം 10:19-20 വാക്യങ്ങൾ വായിക്കണ്ട. അവിടെ പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു രാത്രിയിലെ കൺവെൻഷൻ സമയം മുഴുവൻ വേണം. അപ്പോൾ തന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ നമുക്കൊരു ഉത്തമ സമ്പത്തുണ്ട്. ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അത് രണ്ടും ഞാൻ മനഃപൂർവ്വമായിട്ട് പറയാതെ വിടുന്നു. എന്നാൽ കുറിവാക്യമായി വായിച്ചത് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. കുറിവാക്യമായിട്ട് ആ സഭയോട് പറയാം. എന്താ പറഞ്ഞ സഭയോട്? ആ 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവർത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കെന്ന് പറയുന്നത് പുതിയ നിയമസഭയോടാ പറയുന്നത്. പുതിയ നിയമസഭയോടാ പറയുന്നത്. എന്തുണ്ട്? യാഗപീഠമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആരാധനയ്ക്ക് പോയിട്ട് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഭാഗത്തിനിടയിൽ യാഗപീഠം ഇരിക്കുന്നത്? അടുത്ത ആഴ്ച ഒന്ന് വഴക്കുണ്ടാക്കരുത്. ഇങ്ങനെ സാധനം ഉണ്ടായിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു പറയരുത്. പക്ഷെ പുതിയ നിയമസഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിനകത്ത് പറയുന്നു, അവർക്കുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, നമുക്കുണ്ട് യാഗപീഠം. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ പശ്ചാത്തലം, യഹൂദന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് ഇതൊക്കെ പറയുമ്പോൾ പടപടാന്ന് പിടികിട്ടും. നമുക്കിത് പറയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നു. കാരണം എന്താന്ന് നമുക്ക് പിടികിട്ടിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ആ ലേഖനം മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിലും ഇത് പിടികിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ക്രോഡീകരിക്കാം. യാഗപീഠം നമുക്കുണ്ട് എന്ന് പറഞ്ഞതും ഇതെല്ലാം വാസ്തവത്തിൽ ആരാണ്? ഞാൻ ഒരു വാക്ക് പറയാം. യാഗപീഠം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു ഉപകരണമാണ്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലൊക്കെ ഒത്തിരിയുണ്ട്. ഒറ്റ വാക്ക് പറയാം. എന്താണ് യാഗപീഠത്തിൻ്റെ പരിപാടി? യാഗപീഠത്തിൻ്റെ ദൗത്യം എന്താ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കർത്തൃദാസന്മാരുടെ മനസ്സിലെങ്കിലും ചോദിച്ചിട്ടും കിടക്കട്ടെ, എനിക്ക് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റില്ല. യാഗപീഠത്തിൻ്റെ ദൗത്യം എന്താണ്? എന്താ യാഗപീഠം ചെയ്യുന്നത്? ഇത്രയുള്ളൂ ചെയ്യുന്നത്. യാഗപീഠത്തിൻ്റെ ദൗത്യം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ പാപം ചെയ്തു. ആ പാപത്തിൻ്റെ തിക്താനുഭവങ്ങൾ അവനും കുടുംബവും ഒക്കെ അനുഭവിക്കണം. കുറേയും കൂടി കഴിഞ്ഞാൽ അത് ശാപമായി മാറാം. തലമുറയിലേക്ക് കിടക്കുമ്പോൾ പാപവും ശാപവുമായിട്ട് അതിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം വാരിച്ചൊരിഞ്ഞത് അനുഭവിക്കേണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം പണ്ടെഴുതി വെച്ചിരിക്കുന്ന സത്യമാണിത്. എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും പറയുകയല്ല, നിനക്കിഷ്ടമുള്ളവളെ എന്തെങ്കിലും ചെയ്യുകയല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. അങ്ങനെ പാപം ചെയ്താൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വരിക. ഏറ്റവും ചുരുങ്ങിയത് പറയാട്ടോ, ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് യാഗാർപ്പകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ആട്ടിൻകുട്ടിയുടെ തലയിൽ പാപം ചെയ്തവൻ അല്ലെങ്കിൽ യാഗാർപ്പിക്കാൻ വന്നവൻ ആ ആട്ടിൻകുട്ടിയുടെ തലയിൽ കൈവയ്ക്കുക. ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ പാപമെല്ലാം അതിൽ ചുമത്തപ്പെടുന്നു എന്ന് പറയുന്നത്. ആട്ടിൻകുട്ടിയെ കൊണ്ട് പുരോഹിതൻ പോവാന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അവൻ്റെ കൺമുമ്പിൽ വെച്ച് ഈ ആട്ടിൻകുട്ടിയെ പുരോഹിതൻ കഴുത്ത് കണ്ടിച്ച് തോലുരിച്ച് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് മാംസത്തുണ്ടങ്ങൾ നുറുക്കിയെടുത്ത് എവിടെയെങ്കിലും തീ കൂട്ടി കത്തിക്കാനും അല്ല പറഞ്ഞിരിക്കുന്നത്. അതിനൊക്കെ അക്ഷരികമായ പ്രമാണങ്ങൾ കിടക്കുക. ഒരു ബൈബിൾ ക്ലാസ് ഒക്കെ ആണെങ്കിൽ എത്ര തരം യാഗപീഠമുണ്ട്, യാഗപീഠത്തിൻ്റെ കണക്ക് തെറ്റിച്ചവർക്കുണ്ടായ ശിക്ഷാ നടപടി എന്താണ്, യാഗപീഠം പണിതത് കൊണ്ട് കിട്ടിയ ഗുണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാതെ ചുരുക്കി നിർത്താൻ ശ്രമിക്കാം. അപ്പൊ ഈ യാഗപീഠത്തിനകത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയാണ് കത്തി ജ്വലിക്കുന്നത്. വാസ്തവത്തിൽ ഈ മാംസത്തുണ്ടിനകത്തുള്ള സംക്ഷിപ്തമായിരിക്കുന്ന അതിനകത്തെ വിശ്വാസം, അതിൻ്റെ അകത്തെ ആചാരത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന നിലവാരമനുസരിച്ച് ഈ പാപം ചുമത്തപ്പെട്ട പാപവും ശാപവും എല്ലാം കൂടെ ഈ മാംസത്തുണ്ടങ്ങളായി മൃഗത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ ഏറ്റെടുക്കുന്നത് ഈ യാഗപീഠമാണ്. ഈ യാഗപീഠം ഏറ്റെടുത്തത് കുറെ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയല്ല. യാഗപീഠം ഇവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ ഏറ്റെടുത്തിട്ട് ഒരു പിടി ചാരമാക്കി ഇനി ആര് നോക്കിയാലും കാണാതെ വണ്ണം അതിനെ ഇല്ലാതാക്കുക. അങ്ങനെയാണ് പഴയ നിയമത്തിലെ സംക്ഷിപ്ത.
സ്തോത്രം. ആ ദൗത്യം ഇന്ന് നിറവേറ്റുന്നത്, ഒന്നോടെ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു യാഗപീഠം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ ആ ദൗത്യം ഇന്ന് നിറവേറ്റുന്നത് നമ്മുടെ ഹോളിനകത്ത് കല്ലിൽ പണിതിരിക്കുന്നതോ മണ്ണിൽ പണിതിരിക്കുന്നതോ ആയിരിക്കുന്ന താമ്രം പൊതിഞ്ഞ ഒരു യാഗപീഠമില്ല. പിന്നെയോ സ്തോത്രം, ഞാനും നിങ്ങളും ചെയ്തിരിക്കുന്ന സകല പാതകവും അത് മുഴുവൻ ഏറ്റെടുത്ത് ഒരിക്കൽ പോലും തിരിച്ചു തരാതെ ആര് നോക്കിയാലും കാണാതെ വണ്ണം പഴയ നിയമത്തിൽ എഴുതിയ സമുദ്രത്തിന്റെ അടിയിലേക്ക് കിട്ടുന്ന തപ്പിയ പിന്നെയും കിട്ടും. എന്നാൽ യേശു ക്രിസ്തുവിൽ നിന്റെ പാപവും നിന്റെ കുടുംബത്തിന്റെ ശാപവും അത് നിമിത്തമുണ്ടാകുന്ന സകല കാര്യവും അതിന്ന് ചുമത്തപ്പെടുന്നതായി ഏറ്റെടുത്ത് ഇല്ലാതാക്കുന്നത് സ്തോത്രം ഒരു മനുഷ്യനല്ല, ഒരു ശുശ്രൂഷകനല്ല. അത് ഏറ്റെടുക്കാൻ കരുത്തുള്ള ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ സഭയ്ക്കൊരു യാഗപീഠം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റൊന്നുമല്ല, ഈ പറയപ്പെട്ടതൊക്കെ ക്രിസ്തു യേശുവാണ്. ലേഖനങ്ങളിലെ ക്രിസ്തു എന്നൊരു പഠനം അതിഗംഭീരമാണ്, സാധാരണ നിലവാരത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഇന്ന് രാത്രി 2 ഭാഗമാണ്, യേശുവിനെയാണ് യാഗപീഠവും പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ തെളിയിച്ച് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നീ അനുഭവിക്കുന്ന സകല വ്യതകളും അതിനി ചുമന്നുകൊണ്ട് തിരിച്ചു പോകണ്ട. ഏത് മനപ്രയാസങ്ങളും അതിന്ന് രാത്രി റാന്നി സെന്ററിന്റെ കൺവെൻഷൻ നടക്കുന്നതിന്റെ മധ്യത്തിൽ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഇതൊരു സഭയുടെ കൂടി വരവാണ്, ഇതൊരു പൊതുയോഗമല്ല, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമ്മേളനമാണിത്. ഇതിന് നടുവിൽ ആ യാഗപീഠം ഉണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി 9 മണിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മൾ 9 മണിക്കുള്ളിൽ കർത്തൃദാസന്മാർ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഇതിനകത്ത് യേശു എന്ന യാഗപീഠമുണ്ട്. അവനിൽ കത്തി നിൽക്കുന്ന തീയാൽ നിന്റെ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ വ്യാമോഹിക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളെയും അതിന്റെ ശാപക്കെട്ടുകളെയും രോഗബന്ധനങ്ങളെയും ഈ രാത്രി പന്തലിന് കീഴെ ആ യാഗപീഠം കത്തിച്ചു കളയുമെന്ന് ആത്മാവിൽ പറഞ്ഞ് എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറാകും? അതിന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി നീ സ്വതന്ത്രമായി വീട്ടിൽ പോണോ, ഭാരമൊഴിഞ്ഞ് വീട്ടിൽ പോണോ, വേദനകൾ തീർന്ന് വീട്ടിൽ പോണോ? അതിനിന്ന് രാത്രി കാലം ദൈവദാസന്മാർ സ്പോഞ്ച് കൊണ്ട് ഒപ്പിയെടുക്കുമെന്നല്ല, ഇവിടെ ഒരു യാഗപീഠമുണ്ട്. റാന്നിക്കാരെ, ഇന്ന് രാത്രി പന്തലിന് കേറാത്തവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നിന്റെ സകല പാപവും ഇല്ലാതാക്കുന്ന ഒരേ ഒരിടം യേശു മാത്രമാണ്. ആ യേശുവിൽ ചുമത്തപ്പെട്ടതൊന്നും അടുത്ത കൊല്ലം പിന്നെയും പറയേണ്ടി വരികയല്ല, അതിവിടെ തീരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ ഒരല്പസമയം പ്രാർത്ഥിക്കാനുള്ള സമയം കൂടെ ദൈവസന്നിധിയിൽ കർത്തൃദാസന്മാർ ഓർപ്പിച്ചല്ലോ. ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. 2 കാര്യങ്ങളാണ് ആത്മാവ് ഇന്ന് രാത്രിക്കാലം ഊന്നി പറഞ്ഞത്. ഒന്ന്, ഈ രാത്രി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവൻ ചില വിധികളെ ഇന്ന് രാത്രി തിരുത്തി എഴുതും. സ്തോത്ര, ഹല്ലേലൂയ. സൗഖ്യം ആഗ്രഹിക്കുന്നവർ, വിടുതൽ പ്രതീക്ഷിക്കുന്നവർ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ, ആരോ വിധിച്ചിട്ടിരിക്കുന്ന വിധികൾ, ഈ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിച്ചാൽ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, വചനം കേട്ടിട്ട് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ആ സെക്കൻഡിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഒരു പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് അഥവാ ഇന്ന് രാത്രി വചനം പറഞ്ഞ ചില സത്യങ്ങൾ ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കും. യേശു എന്ന മഹാപുരോഹിതൻ ചിലര് നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനുമെതിരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില പാഴ്വാക്കുകൾ അതിന്ന് രാത്രി പരിശുദ്ധ ദൈവം തിരുത്താൻ പോകുകയാണ്. സ്തോത്രം. നീ ഒരിക്കലും ഉണരില്ല, ജയിക്കില്ല, കഴിവില്ല, കരുത്തില്ല എന്ന് എൻ്റെ പുറകിലും മുമ്പിലും ഇരിക്കുന്ന ആരാണെങ്കിലും നിരാശ കയറി ചതൽപ്പുറ്റ് പോലെ മൂടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മഹാപുരോഹിതന്റെ വിധിയെ എത്ര പേര് പ്രതീക്ഷിക്കുന്നു? അവരിന്ന് രാത്രി സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ സ്വർഗം സൗഖ്യമാക്കിയേ വിടത്തുള്ളൂ, ചില കെട്ടുകൾ പൊട്ടിച്ചേ വിടത്തുള്ളൂ.